ഞാനൊരു കുട്ടിയുടെ കഥയാണ് പറയുന്നത്. അവൻ്റെ പേര് രാമു എന്നാണ്. അവൻ്റെ അച്ഛൻ വലിയ ധനാഢ്യനായിട്ടുള്ളൊരു വ്യക്തിയാണ്. എല്ലാ പരീക്ഷകളിലും രാമു ജയിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ രാമുവിന് വാങ്ങിക്കൊടുക്കും. അപ്പോൾ മെട്രിക്കുലേഷൻ പരീക്ഷ നടക്കുന്ന സമയത്ത് രാമുവിൻ്റെ അച്ഛൻ രാമുവിനോട് ചോദിച്ചു, രാമു, നീ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി കഴിഞ്ഞാൽ ഞാൻ എന്ത് സമ്മാനമാണ് വാങ്ങിത്തരേണ്ടത്? ഇപ്പം രാമുവിനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ അവൻ വിജയിക്കുന്ന സമയത്തൊക്കെ വലിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കും. അതുകൊണ്ട് വലിയ പ്രത്യേകതയൊന്നും അവന് തോന്നിയില്ല. രാമു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ തൻ്റെ ഫാക്ടറിയിലേക്ക് പോയി. രാമു പരീക്ഷയ്ക്കായിട്ട് തൻ്റെ സ്കൂളിലേക്കും പോയി. അവിടെ ചെന്ന സമയത്ത് പരീക്ഷ എഴുതി, അതിൻ്റെ റിസൾട്ട് വന്നു. അവൻ വലിയ നിലയിൽ പാസ്സായി. അവന് അച്ഛൻ ആഗ്രഹിച്ച ഫസ്റ്റ് ക്ലാസ് അല്ല അവന് കിട്ടിയത്, അവന് 1ാം റാങ്ക് ലഭിച്ചു. സന്തോഷത്തോടുകൂടി അവൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് വിവരം പറഞ്ഞു. അപ്പോഴും അച്ഛൻ ചോദിച്ചു, മോനെ, നിനക്ക് എന്ത് സമ്മാനമാണ് വേണ്ടത്? ആ സമയത്ത് രാമു തൻ്റെ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നൊരു കാറ്റലോഗ് എടുത്തു, ഒരു കവറെടുത്തു. എന്നിട്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. അച്ഛൻ ആ കാറ്റലോഗ് ഇങ്ങനെ എടുത്തു നോക്കി. ആയിടെ ഇറങ്ങിയിരിക്കുന്ന ഏറ്റവും മുന്തിയ ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ കാറ്റലോഗാണ്, അതിൻ്റെ വിവരങ്ങളാണ് രാമു കൊടുത്തിരിക്കുന്നത്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ സമ്മാനമെന്ന് പറയുന്നത് വാങ്ങിക്കൊടുക്കുവാൻ വലിയ കാര്യമൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിലെ ഒരു ദിവസത്തെ 1 മണിക്കൂറിൻ്റെ ലാഭമുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ആ സ്പോർട്സ് ബൈക്ക് വാങ്ങാം. അച്ഛൻ സന്തോഷത്തോടുകൂടി ഈ പേപ്പർ മേടിച്ചു, ഈ കാറ്റലോഗ് മേടിച്ചു, അതും പോക്കറ്റിലിട്ട് അദ്ദേഹം പോയി. പിറ്റേ ദിവസം വൈകുന്നേരം അച്ഛൻ്റെ വണ്ടി വരുന്നു, ഓടിച്ചെല്ലുന്നു രാമു. അച്ഛൻ്റെ കാറ് പെട്ടെന്ന് തുറക്കുന്നു. വളരെ ആവേശത്തോടു കൂടി ആ സീറ്റിൻ്റെ മുമ്പിലിരുന്ന ഒരു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ സ്വർണ്ണ നൂലിരകൾ കെട്ടിയ ഒരു സമ്മാനപ്പൊതി. അവൻ വളരെ വർദ്ധിച്ച ആവേശത്തോടു കൂടി അത് എടുത്തു. എന്നിട്ട് അതിൻ്റെ ആ കെട്ടിയ ചരടുകളൊക്കെ ഇങ്ങനെ വലിച്ചു കീറുവാൻ തുടങ്ങി. എന്നിട്ട് അവൻ ആ പെട്ടിയിലേക്ക് നോക്കി. പെട്ടെന്ന് അവൻ ഞെട്ടിപ്പോയി. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമുണ്ടാകുന്ന സമയത്ത് അച്ഛൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ ആ വണ്ടിയുടെ താക്കോൽ അത് കാണുന്നില്ല. അതിനു പകരം അതിലിരിക്കുന്നു ഒരു വേദപുസ്തകം, ഗീത പോലെയുള്ളൊരു പുസ്തകം. രാമുവിന് വലിയ ദേഷ്യം വന്നു. അവൻ ഈ സമ്മാനപ്പൊതി എടുത്തിട്ട് വലിച്ചെറിഞ്ഞു. അത് പറമ്പിൽ പോയി ഉമ്മറത്ത് വീണ് ആ വേദപുസ്തകത്തിലെ താളുകളിങ്ങനെ അന്തരീക്ഷത്തിൽ പറന്നു നടന്നു. അച്ഛൻ നിസ്സഹായനായി നോക്കി നിൽക്കുന്ന സമയത്ത് രാമു തൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. അവിടെ ചെന്ന് തൻ്റെ ബാഗെടുത്ത് തൻ്റെ തുണിയും തൻ്റെ പുസ്തകങ്ങളും അതും ഇതുമെല്ലാം അതിൽ കുത്തിക്കയറ്റി. എന്നിട്ട് ആ ബാഗെടുത്തവൻ തോളത്തിട്ടു. വീട്ടിൽ നിന്നും വിട്ടിറങ്ങി. രാമു നാട് വിട്ടുപോയി. കുറേ കാലം കഴിഞ്ഞു. അവൻ വീണ്ടും പഠിച്ചു, വളർന്നു. അവൻ്റെ രക്തത്തിൽ വ്യവസായിയായ അച്ഛൻ്റെ ഒരു ജീനുണ്ടായിരുന്നത് കൊണ്ട് അവനും വലിയ പണക്കാരനായി മാറി. അച്ഛനേക്കാളും വലിയ പണക്കാരൻ. സ്വന്തം പിതാവിനോടുള്ള പ്രതികാര ദുഃഖം തന്നെയായിട്ട് അവൻ്റെ ഉള്ളിലിങ്ങനെ കിടക്കുകയാണ്, ദേഷ്യമായി കിടക്കുകയാണ്. അതോടൊപ്പം ദുഃഖവും. സ്വന്തം അച്ഛനോടുള്ള പ്രതികാരം തീർക്കുവാൻ വേണ്ടി രാമു എന്താണ് ചെയ്തതെന്നറിയാമോ? അവൻ ആഗ്രഹിച്ച ആ ബൈക്കല്ല, ആ ബൈക്കിൻ്റെ കമ്പനി തന്നെ അവൻ വിലയ്ക്ക് വാങ്ങി. സ്വന്തം അച്ഛനോടുള്ള പ്രതികാരം തീർക്കുവാൻ വേണ്ടിയിട്ട് അവൻ ആഗ്രഹിച്ച ബൈക്കിന് പകരം അതിൻ്റെ കമ്പനി തന്നെ അവൻ വിലയ്ക്ക് വാങ്ങി. കുറേ ദിവസം കഴിഞ്ഞ സമയത്ത് രാമുവിനൊരു സന്ദേശം ലഭിച്ചു. അച്ഛൻ മരിച്ചു. 10-20 വർഷത്തിന് ശേഷം രാമു നാട്ടിലേക്ക് പോകുന്നു. നേരെ വീടിൻ്റെ മുമ്പിൽ ചെല്ലുന്നു. അവിടെ ഉമ്മറത്ത് അച്ഛൻ്റെ മൃതദേഹം വെച്ചിരിക്കുന്നു. രാമു കാറിൽ നിന്നിറങ്ങി തൻ്റെ സഹായി കൊടുത്ത ഒരു ബൊക്കെ എടുത്തിട്ട് ആ അച്ഛൻ്റെ മൃതദേഹത്തിൽ വെച്ചു. എല്ലാവരെയും ഒന്ന് ഔപചാരികമായി നോക്കി. അവൻ്റെ പഴയ കാലത്തെ കൂട്ടുകാർ, അവൻ്റെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ, അവൻ്റെ സതീർത്ഥ്യരായിട്ടുള്ള ആളുകൾ, പലരെയും അവൻ അറിയില്ല. എല്ലാവരെയും ഇങ്ങനെ വളരെ ഔപചാരികമായി നോക്കിയിട്ട് രാമു തൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. അച്ഛൻ്റെ മുറി, അച്ഛൻ്റെ മണമുള്ള മുറി. അവിടെ ഒരു തടിച്ച മേശ, അതിൻ്റെ മുകളിൽ ഒരു തടിച്ച കണ്ണട, അതിൻ്റെ അടിയിൽ ഒരു പേപ്പർ ഇരുന്ന് പറക്കുന്നു. 20 വർഷത്തിന് ശേഷം രാമു അവിടേക്ക് വരുമ്പോൾ അവൻ വായിക്കുവാനായി അവൻ്റെ അച്ഛൻ എഴുതി വച്ചിരുന്ന കത്ത്, അതിൽ ആ മനുഷ്യൻ്റെ ഹൃദയമുണ്ടായിരുന്നു. ആ കത്തവനിങ്ങനെ എടുത്തു വായിച്ചു നോക്ക്. മോനെ രാമു, നമ്മുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അത് ദൈവത്തോട് ചേർത്ത് വെക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമുണ്ടായ സമയത്ത് നിനക്കൊരു ഭഗവത്ഗീത ഞാൻ വാങ്ങിത്തന്നത്. പക്ഷേ അതിൻ്റെ
ആദ്യത്തെ ദേഷ്യത്തിനിടയിൽ അതിൻ്റെ അടിയിലിരുന്ന ആ താക്കോൽ നീ കണ്ടില്ല. രാമുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അവൻ വിറയ്ക്കുന്ന കൈകളോടെ ആ പേപ്പർ പിടിച്ചുകൊണ്ട് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അച്ഛൻ്റെ പഴയ കാർ ഷെഡ്, അവിടെ അവനെ കാത്തിരിക്കുന്ന അസ്ഥിപഞ്ജരം പോലെ തുരുമ്പ് പിടിച്ച ഒരു ബൈക്ക് അനാഥമായി കിടക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ, ഞാനിവിടെ ഇത് പറയാൻ കാരണമെന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ഈ ദേവീക്ഷേത്ര സന്നിധിയിൽ വരുന്നത് തികച്ചും സ്വാർത്ഥന്മാരായിട്ടാണ്. നമ്മളെല്ലാവരും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുവാൻ മാത്രമാണ് ഇവിടെ വരുന്നത്. ലോകവിചാരത്തിനോ ഇവിടെ ഇരിക്കുന്ന നന്ദേട്ടൻ ചെയ്യുന്നത് പോലെ ഈ രാജ്യത്തിൻ്റെ വിചാരത്തിനോ ഒന്നുമല്ല നമ്മളെല്ലാവരും ഈ ക്ഷേത്രത്തിൽ വരുന്നത്. നമ്മുടെ വേദനകളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ രോഗങ്ങളും നമ്മുടെ നൊമ്പരങ്ങളും നമ്മുടെ കഷ്ടപ്പാടുകളും നമുക്കുള്ള തകർച്ചകളും ഇതൊക്കെ മാറുവാനായിട്ടാണ് നമ്മൾ ഇവിടെ വന്ന് തലയടിച്ച് പ്രാർത്ഥിക്കുന്നത്, നിവേദ്യങ്ങൾ നടത്തുന്നത്, വഴിപാടുകൾ നടത്തുന്നത്. നമുക്കൊക്കെ സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് അടുത്ത ഹോട്ടലുകളിലേക്കോ അടുത്ത സ്ഥലങ്ങളിലേക്കോ ഒക്കെ ആകർഷിക്കാനാണ്. ആഘോഷം വേണ്ടെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. നമുക്ക് സന്തോഷം വരുമ്പോൾ ആ സന്തോഷം തരുവാൻ ആസ്പദമായ നിലയിലുള്ളൊരു ശക്തി അവിടെ നമ്മളിൽ പ്രവർത്തിച്ചുവെങ്കിൽ ആ ശക്തിയോടുള്ള ആദരസൂചകമായി അതിൻ്റെ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇവിടേക്ക് നമ്മൾ ഓരോരുത്തരും തിരിച്ചു വരണം. അതാകണം നമ്മുടെ വിശ്വാസമെന്ന് പറയുന്നത്. ആ വിശ്വാസം നമ്മളെല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോകട്ടെ. വിശ്വാസമാണ് എല്ലാത്തിൻ്റെയും ആത്മാവെന്ന് പറയുന്നത്. വിശ്വാസം തകർന്നാൽ നമുക്കാർക്കും ജീവിക്കുവാൻ സാധിക്കുകയില്ല. നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് വരുന്നത് ഒരു പെട്ടിയിലാണ്, അമ്മയുടെ ഗർഭപാത്രം. നമ്മൾ തിരിച്ചു പോകുന്നത് ഒരു പെട്ടിയിലാണ്, ശവപ്പെട്ടി. നമ്മളൊക്കെ ജനിക്കുന്ന സമയത്ത് ആരോ കുറച്ച് വെള്ളം തന്നു, നമുക്കറിയില്ല ആരാണെന്ന്. നമ്മളൊക്കെ മരിക്കുന്ന സമയത്ത് ആരെങ്കിലും നമുക്ക് കുറച്ച് വെള്ളം തരും, നമുക്കറിയില്ല ആരാണെന്ന്. നമ്മളൊക്കെ ജനിക്കുന്ന സമയത്ത് ആരോ നമ്മളെ ഇങ്ങനെ ഉയർത്തി എടുത്തു, നമുക്കറിയില്ല ആരാണെന്ന്. മരിക്കുന്ന സമയത്തും നമ്മളെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഉയർത്തും, നമുക്കറിയില്ല ആരാണെന്ന്. ഈ ജീവിതമെന്ന മൂന്നക്ഷരം മരണമെന്ന മൂന്നക്ഷരത്തിനും ജനനമെന്ന മൂന്നക്ഷരത്തിനും ഇടയിലാണ്. അതിനിടയിൽ ദൈവം തരുന്ന ചുരുക്കം ചില കാലങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആയുസ്സെന്ന് പറയുന്നത്. നമ്മളൊക്കെ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ചെരുപ്പ് തേയുമ്പോൾ നമ്മൾ ചെരുപ്പിനെ നോക്കി പറയും, നീ തേഞ്ഞു പോയെന്ന്. അപ്പോൾ ചെരുപ്പ് നമ്മളെ നോക്കി തിരിച്ചു പറയും, തേഞ്ഞത് ഞാനല്ല, നിൻ്റെ ആയുസ്സാണ്. ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ ആയുസ്സിൽ ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഈ നൈമിഷികമായ ഹ്രസ്വമായ ജീവിത കാലയളവിനുള്ളിൽ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് സതുദ്ദേശത്തോടുകൂടി സദാചാരത്തോടുകൂടി നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കർമ്മബന്ധങ്ങളോട് നീതി പുലർത്തി ജീവിക്കുവാൻ കഴിയുന്ന നിലയിൽ നമ്മുടെയൊക്കെ ജീവിതത്തെ പരിപക്വമാക്കിയെടുക്കുക എന്ന് പറയുന്ന വലിയ സന്ദേശം കേട്ടുകൊണ്ടുവേണം നമ്മൾ ഉണരേണ്ടതും ഉറങ്ങേണ്ടതും.